ബഹിരാകാശ ഗവേഷണ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന മറ്റൊരു വിസ്മയത്തിന് ഇന്ത്യ വേദിയാകുന്നു. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും നാം ദൗത്യങ്ങൾ അയക്കുമ്പോൾ ഭൂമിയുടെ തൊട്ടടുത്ത് വെറും 200 കിലോമീറ്റർ ഉയരത്തിൽ ഒരു നിശബ്ദ വിപ്ലവം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ഓർബിറ്റ് സ്പേസ് എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയുമായി രംഗത്തെത്തുകയാണ്. പ്രത്യേകമായി കരുതി വെക്കുന്ന ഇന്ധനമില്ലാതെ അന്തരീക്ഷത്തിലെ വായുവിനെ തന്നെ ഊർജ്ജമാക്കി മാറ്റി പ്രവർത്തിക്കുന്ന അത്ഭുത ഉപഗ്രഹങ്ങൾ. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ എന്ന ഈ വിപ്ലവകരമായ വിദ്യ എന്താണ്? അത് ബഹിരാകാശ രംഗത്ത് വരുത്താൻ പോകുന്ന വമ്പൻ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. അഹമ്മദാബാദ് ആസ്ഥാനമായി 2025 പ്രവർത്തനം ആരംഭിച്ച ഒരു യുവ സ്റ്റാർട്ടപ്പാണ് ഓർബിറ്റ് സ്പേസ്. ഇത് വെറും ഒരു കമ്പനിയല്ല, ISROയിലെ മുൻ ശാസ്ത്രജ്ഞർ ചേർന്ന് രൂപീകരിച്ചതാണ്. ഇവർ ലക്ഷ്യമിടുന്നത് അൾട്രാ ലോ എർത്ത് ഓർബിറ്റ് അഥവാ ULEO എന്ന മേഖലയാണ്. സാധാരണ ഉപഗ്രഹങ്ങൾ 500 കിലോമീറ്ററിന് മുകളിലാണ് കറങ്ങുന്നതെങ്കിൽ ഓർബിറ്റ് സ്പേസ് ലക്ഷ്യം വെക്കുന്നത് ഭൂമിയിൽ നിന്ന് വെറും 200 കിലോമീറ്റർ മാത്രം ഉയരെയുള്ള ഭ്രമണപഥമാണ്. എന്തുകൊണ്ടാണ് ഉപഗ്രഹങ്ങൾ ഇതുവരെ ഭൂമിയുടെ ഇത്രയും അടുത്തുള്ള ഭ്രമണപഥത്തിൽ സ്ഥിരമായി പ്രവർത്തിക്കാതിരുന്നത്? അതിനു പിന്നിലെ വില്ലൻ അന്തരീക്ഷ വലിവാണ്. ബഹിരാകാശമാണെങ്കിലും ഈ ഉയരത്തിൽ നേർത്ത വായുവിന്റെ സാന്നിധ്യമുണ്ട്. ഇത് ഉപഗ്രഹത്തിന്റെ വേഗത കുറയ്ക്കുകയും ഒടുവിലത് ഭൂമിയിലേക്ക് പതിക്കാൻ കാരണമാവുകയും ചെയ്യും. ഈ പ്രതിസന്ധി മറികടക്കാൻ ഭീമമായ അളവിൽ ഇന്ധനം കരുതേണ്ടി വരുന്നത്. ഉപഗ്രഹത്തിന്റെ ഭാരവും ചിലവും കുത്തനെ വർദ്ധിക്കുന്നു. എന്നാൽ ഇവിടെയാണ് ഓർബിറ്റ് സ്പേസ് തങ്ങളുടെ വിപ്ലവകരമായ എയർ ബ്രീത്തിങ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിലെ അവശേഷിക്കുന്ന വായു കണികകളെ തന്നെ വലിച്ചെടുത്ത് ഇന്ധനമാക്കി മാറ്റുന്ന ഈ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇന്ധനമില്ലാതെ തന്നെ അന്തരീക്ഷ വലിവിനെ മറികടന്ന് ദീർഘകാലം പ്രവർത്തിക്കാൻ ഈ ഉപഗ്രഹങ്ങൾക്ക് സാധിക്കും. ലളിതമായി പറഞ്ഞാൽ വായു ശ്വസിച്ച് ഊർജം കണ്ടെത്തുന്ന അത്ഭുത ഉപഗ്രഹങ്ങളാണിത്. ഈ അത്ഭുത സാങ്കേതിക വിദ്യ നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. ഒന്നാമതായി, ഭൂമിക്ക് അതീവ സമീപത്തായതുകൊണ്ട് മുമ്പെങ്ങുമില്ലാത്ത വിധം വ്യക്തതയാർന്ന ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താൻ ഈ ഉപഗ്രഹങ്ങൾക്ക് കഴിയും. ഇത് കൃഷി, കാലാവസ്ഥാ വ്യതിയാനം, നഗരവികസനം എന്നിവ കൃത്യമായി നിരീക്ഷിക്കാൻ വലിയ സഹായകമാകും. രണ്ടാമത്തെ പ്രധാന നേട്ടം അതിവേഗ വാർത്താവിനിമയമാണ്. ഭൂമിയോടടുത്ത് നിൽക്കുന്നതിനാൽ ഡേറ്റ കൈമാറ്റത്തിലെ കാലതാമസം അഥവാ ലാറ്റൻസി 10 ഇരട്ടി വരെ കുറയ്ക്കാൻ സാധിക്കും. ഇത് പ്രതിരോധ മേഖലയിലെ ആശയവിനിമയങ്ങൾക്കും ഹൈസ്പീഡ് ഫിനാൻഷ്യൽ ട്രേഡിങ്ങിനും ഏറെ നിർണായകമാണ്. ഇതിനെല്ലാം ഉപരി ദൗത്യം കഴിയുന്നതോടെ ഈ ഉപഗ്രഹങ്ങൾ സ്വാഭാവികമായി തന്നെ അന്തരീക്ഷത്തിൽ കത്തിയമരുന്നു. ബഹിരാകാശത്തെ വലിയൊരു ഭീഷണിയായ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കൂടിയാണ് ഈ പരിസ്ഥിതി സൗഹൃദ ദൗത്യം. ഇവരുടെ ഈ ലക്ഷ്യത്തിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. പ്രീസീഡ് ഫണ്ടിങ്ങിലൂടെ ഏകദേശം $1 ബില്യൺ ഇവർ സമാഹരിച്ചിരിക്കുന്നത്. ഈ പണം ഉപയോഗിച്ച് ഏകദേശം 200 കിലോഗ്രാം ഭാരമുള്ള വലിയ സാറ്റലൈറ്റുകൾ നിർമ്മിക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത്. അഹമ്മദാബാദ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സ്പേസ് ടെക് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഓർബിറ്റ് സ്പേസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മുടെ പ്രതിരോധ മേഖലയ്ക്കും ഈ സാങ്കേതിക വിദ്യ വലിയ മുതൽക്കൂട്ടാകും. അതിർത്തികളിലെ തത്സമയ നിരീക്ഷണത്തിനും ദുരന്ത നിവാരണ സമയത്തെ ആശയവിനിമയത്തിനും ഇത്തരം ഉപഗ്രഹങ്ങൾ അത്യാവശ്യമാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത് സാധ്യമാക്കാം. ചുരുക്കത്തിൽ, ബഹിരാകാശ പരിവേഷണത്തിൽ ഒരു പുതിയ പാത വെട്ടിത്തുറക്കുകയാണ് ഈ ഇന്ത്യൻ കമ്പനി. വായുവിനെ ഇന്ധനമാക്കി മാറ്റുന്ന ഈ സാങ്കേതിക വിദ്യ നാളത്തെ ലോകത്തെ മാറ്റിമറിക്കും എന്നതിൽ സംശയമില്ല.